ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 2ാമത്തെ യൂണിറ്റായ ഫ്ലൈയിങ് കൈറ്റ്സ് എന്നതാണ്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം? എന്താണ്? ഫ്ലൈയിങ് കൈറ്റ്സ് അല്ലേ, പറക്കുന്ന പട്ടങ്ങൾ. ഇവിടെ തന്ന ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദി ചിൽഡ്രൻ ഡൂയിങ്? ചിൽഡ്രൻ, കുട്ടികൾ, ഡൂയിങ് എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. വാട്ട് എന്താണ് ചെയ്യുന്നത്, കുട്ടികൾ എന്താണ് ഈ പിക്ചറിൽ എന്താണ് കുട്ടികൾ ചെയ്യുന്നത് അല്ലേ? കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട് അല്ലേ, പട്ടം പറത്തിയിട്ട് കളിക്കുന്നുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ റെഡ് കൈറ്റ്. എന്താണ് വാട്ട് എ ബ്യൂട്ടിഫുൾ അല്ലേ? ബ്യൂട്ടിഫുൾ മനോഹരമായ, റെഡ് കൈറ്റ് അല്ലേ, ചുവന്ന പട്ടം. വാട്ട് എ ബ്യൂട്ടിഫുൾ റെഡ് കൈറ്റ്, എന്തൊരു മനോഹരമായ ചുവന്ന പട്ടം. ഇറ്റ് ഈസ് ഫ്ലൈയിങ് സോ ഹൈ, മീനു സെഡ്. മീനു സൈഡ് എന്ന് പറഞ്ഞാൽ മീനു പറഞ്ഞു, മീനു സൈഡ്. മീനു എന്താണ് പറഞ്ഞത്? ഇറ്റ് ഈസ് ഫ്ലൈയിങ് സോ ഹൈ, എന്താണ് അത് വളരെ ഉയരത്തിൽ പറക്കുന്നു. ഇറ്റ് ഈസ് ഫ്ലൈയിങ്, ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ പറക്കുന്നു, ഫ്ലൈ ചെയ്യുന്നു, പറക്കുന്നു. സോ ഹൈ, സോ ഹൈ അല്ലേ, ഹൈ എന്ന് പറഞ്ഞാൽ ഹൈ, ഉയരത്തിൽ അല്ലേ. സോ ഹൈ, ഉയരത്തിൽ പറക്കുന്നു. എന്താണ്? ഇറ്റ് ഈസ് ഫ്ലൈയിങ് സോ ഹൈ, അതെന്താണ് വളരെ ഉയരത്തിൽ പറക്കുന്നു അല്ലേ. റെഡ് കൈറ്റ് ഇതാ ഏറ്റവും ടോപ്പിൽ ഏതാണുള്ളത്, ഉയരത്തിൽ ഏതാണുള്ളത്? റെഡ് കൈറ്റ് ആണല്ലേ. ഇറ്റ്സ് മൈൻ, റിയാസ് സെഡ് പ്രൗഡ്ലി. ഇറ്റ്സ് മൈൻ അല്ലേ, ഇത് എൻ്റേതാണെന്ന്, എൻ്റേതാണ്. ഇറ്റ്സ് മൈൻ, മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേത് അല്ലേ. അല്ലേ, എൻ്റേതാണെന്ന് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് സാധനം എന്തല്ലേ, ഇറ്റ്സ് മൈൻ അതെൻ്റേതാണെന്ന് പറയില്ല, അതുപോലെ പറയാണ് ഇറ്റ്സ് മൈൻ അതെൻ്റേതാണ്. റിയാസ് സൈഡ് പ്രൗഡ്ലി, ആരാണ് പറഞ്ഞത്? റിയാസ് സൈഡ്, റിയാസ് സൈഡ്, റിയാസ് പറഞ്ഞു. പ്രൗഡ്ലി, പ്രൗഡ്ലി എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടെ, പ്രൗഡായിട്ടില്ലേ. എൻ്റെ പട്ടാണ് ഏറ്റവും ടോപ്പിൽ മുകളിലുള്ളതില്ലേ, നമുക്കൊരു അഭിമാനമല്ലേ ഏറ്റവും ടോപ്പിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ. അപ്പോൾ പ്രൗഡായിട്ട് റിയാസ് പറയാണ് ഇറ്റ്സ് മൈൻ അതെൻ്റേതാണെന്ന്, പ്രൗഡ്ലി അഭിമാനത്തോടെ. മീനു, ഡു യു വാണ്ട് ടു ഫ്ലൈ ദി കൈറ്റ്? റിയാസ് ആസ്ക്ഡ്. റിയാസ് ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു, ആസ്ക് ചെയ്തു. റിയാസ് എന്താണ് ചോദിച്ചത് അല്ലേ, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. എന്താണ് ചോദിച്ചത്? മീനു, ഡു യു വാണ്ട് ടു ഫ്ലൈ ദി കൈറ്റ്? മീനു, മീനു നിനക്ക് എന്താണ്? ഡു യു വാണ്ട് ടു ഫ്ലൈ ദി കൈറ്റ്, നിനക്ക് എന്താണ് പട്ടം പറത്തണോന്ന്, നിനക്ക് പട്ടം പറത്തണോ? ഡു യു വാണ്ട്, നിനക്ക് വേണോ? വാണ്ട് വേണോ? ടു ഫ്ലൈ ദി കൈറ്റ് അല്ലേ, ടു ഫ്ലൈ ദി കൈറ്റ് എന്താണ്? കൈറ്റ് അല്ലേ, പട്ടം പറത്താൻ വേണോന്ന്, ഫ്ലൈ ചെയ്യാൻ, ടു ഫ്ലൈ അല്ലേ, പറത്താൻ വേണോന്ന് ചോദിക്കുകയാണ്. ഡു യു വാണ്ട്, നിനക്ക് വേണോ അല്ലേ, എന്ത് വേണോന്ന് നമുക്ക് ചോദിക്കാം. ഡു യു വാണ്ട് വാട്ടർ, നിനക്ക് വെള്ളം വേണോ? അതേപോലെ തന്നെ ഡു യു വാണ്ട്, നിനക്ക് വേണോ? ടു ഫ്ലൈ ദി കൈറ്റ്, പട്ടം പറത്താൻ വേണോന്ന് റിയാസ് ആസ്ക്ഡ്, റിയാസ് ചോദിച്ചു. മീനു ലൈക്ക്ഡ് ടു ഫ്ലൈ ദി കൈറ്റ്. മീനു എന്താണ്? മീനുവിന് പട്ടം പറത്താൻ ഇഷ്ടമായിരുന്നു അല്ലേ. മീനു ലൈക്ക്ഡ്, ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, ലൈക്ക്ഡ്. ടു ഫ്ലൈ, ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറത്താൻ അല്ലേ. ദി ഫ്ലൈ ദി കൈറ്റ് അല്ലേ, പട്ടം പറത്താൻ മീനുവിന് ഇഷ്ടമാണ്. ബട്ട് ഷീ സെഡ് നോ. ബട്ട് പക്ഷേ, ഷീ സെഡ് അവൾ പറഞ്ഞു, നോ അല്ലേ, നോ ഇറ്റ്സ് ഓക്കെ, ഐ വിൽ സിറ്റ് ആൻഡ് വാച്ച് അല്ലേ. നോ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഐ വിൽ സിറ്റ് ആൻഡ് വാച്ച്, ഞാൻ ഇരുന്ന് നോക്കാം. ഐ വിൽ സിറ്റ് അല്ലേ, സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കാം അല്ലേ, ഇരുന്ന്. ആൻഡ് വാച്ച്, വാച്ച് എന്ന് പറഞ്ഞാൽ നോക്കാം, കാണാം അല്ലേ. ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടോളാം എന്ന് പറയാണ്. മീനുവിന് ഇഷ്ടമുണ്ടായിട്ടും, മീനുവിന് എന്താണ് പട്ടം പറത്താൻ ഇഷ്ടമാണ്. മീനു ലൈക്ക്ഡ് ടു ഫ്ലൈ ദി കൈറ്റ് അല്ലേ, മീനുവിന് ഇഷ്ടമാണ്, ലൈക്കാണ്, ഇഷ്ടമാണ്. പക്ഷേ മീനു എന്താണ് പറഞ്ഞത്? ബട്ട് ഷീ സൈഡ് നോ ഇറ്റ്സ് ഓക്കെ, വേണ്ട അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, ഐ വിൽ സിറ്റ് ആൻഡ് വാച്ച്, ഐ വിൽ സിറ്റ് ഞാൻ ഇവിടെ ഇരുന്നോളാം, ആൻഡ് വാച്ച് ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടോളാം എന്ന് പറയാണ്. കൈറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഫ്ലൂ അപ്പ് ഇൻ ദി സ്കൈ അല്ലേ. കൈറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്, ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ അല്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് അല്ലേ, നിറങ്ങൾ, ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ള കൈറ്റ്സ്, കൈറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് അല്ലേ. എന്താണ്? ഡിഫറെൻറ്റ് പല കളേഴ്സ് ഉള്ള കൈറ്റ്സ്, പട്ടങ്ങൾ. ഫ്ലൂ അപ്പ് എന്താണ്? പറന്നു. ഫ്ലൂ അപ്പ് അല്ലേ, മുകളിലേക്ക്. അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്. ഫ്ലൂ പറന്നു, പറന്നു. ഫ്ലൂ അപ്പ് ഇൻ ദി സ്കൈ, ഇൻ ദി സ്കൈ അല്ലേ, സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശം. ഇൻ ദി സ്കൈ ആകാശത്തിൽ അല്ലേ, വിവിധ നിറത്തിലുള്ള പട്ടങ്ങൾ ആകാശത്ത് പറന്നു അല്ലേ. ഇൻ ദി സ്കൈ ആകാശത്ത്, ആകാശത്ത് എന്താണ്? പറന്നു. ഫ്ലൂ അപ്പ് മുകളിലേക്ക് പറന്നു അല്ലേ. വിവിധ കളറിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സുള്ള കൈറ്റ്സ് എന്താണ്? ആകാശത്തിൽ പറന്നു. ചിൽഡ്രൻ ഷൗട്ടഡ് വിത്ത് ജോയ് അല്ലേ, ചിൽഡ്രൻ കുട്ടികൾ, ഷൗട്ടഡ് അല്ലേ, ആർത്ത് വിളിച്ചു, ഷൗട്ട് ചെയ്തു. വിത്ത് ജോയ് അല്ലേ, ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം, സന്തോഷത്തോടെ, സന്തോഷത്തിൽ എന്താണ്? ആർത്ത് വിളിക്കുകയാണ്, ഷൗട്ട് ചെയ്യാണ്. ചിൽഡ്രൻ ഷൗട്ടഡ് വിത്ത് ജോയ്, ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം, സന്തോഷത്തിൽ നിലവിളിക്കുകയാണ്, ആർത്ത് വിളിക്കുകയാണ്, ഷൗട്ട് ചെയ്യാണ് അല്ലേ. എല്ലാ കളേഴ്സും ഡിഫറെൻറ്റ് കളേഴ്സുള്ള കൈറ്റ്സ് എന്താണ്? സ്കൈയിലെ ആകാശത്തിൽ ഇങ്ങനെ ഫ്ലൂ അപ്പ് ചെയ്തപ്പോൾ, പറന്നപ്പോൾ എന്താണ്? കുട്ടികളെന്താണ്? ഷൗട്ടഡ് വിത്ത് ജോയ്, സന്തോഷത്തിൽ ഷൗട്ട് ചെയ്യാണ്, ആർത്ത് വിളിക്കുകയാണ്. വൺ ഡേ ഐ വിൽ ആൾസോ ഫ്ലൈ മൈ കൈറ്റ്, മീനു സെഡ് ടു ഹെർസെൽഫ്. മീനു സെഡ്, മീനു പറഞ്ഞു. ടു ഹെർസെൽഫ്, ആരോടാണ് പറഞ്ഞത്? ടു ഹെർസെൽഫ്, അവളോട് തന്നെ പറയാണല്ലേ, മനസ്സിൽ പറയാണ്. ഹെർസെൽഫ്, ഹെർസെൽഫ്, സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വയം
അല്ലേ? സെൽഫ്, നമ്മളോട് തന്നെ സെൽഫായിട്ട് ഹെർ സെൽഫ്, അവളോട് തന്നെ പറയാണ് മീനു. എന്താണ് മനസ്സ് പറഞ്ഞത്? അവളോട് തന്നെ പറയാണ്, ഹെർ സെൽഫായിട്ട് മീനു പറഞ്ഞു. സെഡ്, എന്താണ് പറഞ്ഞത്? വൺ ഡേ ഐ വിൽ ആൾസോ ഫ്ലൈ മൈ കൈറ്റ്. വൺ ഡേ ഒരു ദിവസം, വൺ ഡേ ഒരു ദിവസം, ഐ വിൽ ആൾസോ ഞാനും, അല്ലേ? ഐ വിൽ ആൾസോ ഫ്ലൈ മൈ കൈറ്റ്, ഞാനും എൻ്റെ പട്ടം പറത്തും, ഫ്ലൈ ചെയ്യും, അല്ലേ? പറത്തും. മൈ കൈറ്റ്, എൻ്റെ പട്ടം, അല്ലേ? ഒരു ദിവസം ഞാനും പട്ടം പറപ്പിക്കും, മീനു മനസ്സിൽ പറഞ്ഞു, അല്ലേ? വൺ ഡേ ഐ വിൽ ആൾസോ ഫ്ലൈ മൈ കൈറ്റ്, ഞാനും എന്താണ്? ഐ വിൽ ആൾസോ ഞാനും, ഫ്ലൈ മൈ കൈറ്റ് എന്താണ്? പറത്തിക്കും, മൈ കൈറ്റ് എൻ്റെ പട്ടം പറത്തിക്കും എന്ന് പറയാണ് മീനു, സ്വയം പറയാണ് മനസ്സിലല്ലേ? വൺ ഡേ ഐ വിൽ ആൾസോ ഫ്ലൈ മൈ കൈറ്റ്, ഒരു ദിവസം ഞാനും എന്താണ്? പട്ടം പറത്തിക്കൂലേ? ഫ്ലൈ മൈ കൈറ്റ്, എൻ്റെ പട്ടം പറത്തിക്കും എന്ന് പറയാണ് മീനു. സെഡ് ടു ഹെർ സെൽഫ്, അല്ലേ? ആരോടാണ് പറഞ്ഞത്? ഹെർ സെൽഫ്, അവളോട് തന്നെ സ്വന്തം മനസ്സിൽ ഇങ്ങനെ പറയാണ്, അല്ലേ? ഞാനൊരിക്കലും പട്ടം പറത്തിക്കുന്നു അവളിങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ്. അവൾക്ക് കൊടുത്തപ്പോൾ അവൾ വാങ്ങിയില്ലല്ലോ. താഴെ എന്താണ്? ബോക്സിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ? എന്തൊക്കെയാണ്? വൈ ഡിഡ് നോട്ട് മീനു ടേക്ക് റിയാസ് കൈറ്റ്, അല്ലേ? വൈ ഡിഡ് നോട്ട് മീനു ടേക്ക്, എന്തുകൊണ്ടാണ് മീനു എടുക്കാതിരുന്നത്? റിയാസ് കൈറ്റ്, റിയാസിൻ്റെ പട്ടം, റിയാസിൻ്റെ പട്ടം ചോദിച്ചിരുന്നു, അല്ലേ? കൈറ്റ് ചോദിച്ചിരുന്നു, മീനു എടുത്തില്ല, എന്തുകൊണ്ടാണ്? വാട്ട് വാസ് മീനൂസ് വിഷ്, എന്താണ് മീനുവിൻ്റെ വിഷ്? എന്താണ്? വിൽ ഷീ ഗെറ്റ് എ കൈറ്റ് ഫോർ ഹെർ സെൽഫ്, അവൾക്ക് എന്താണ്? ഹെർ സെൽഫ്, അവളുടേതായിട്ട് പട്ടം കിട്ടുമോ, അല്ലേ? കൈറ്റ് കിട്ടുമോ? അവളെന്താണ് സ്വന്തം, അല്ലേ? വിഷ് ചെയ്തത് എന്താണ്? ഞാനൊരിക്കൽ പട്ടം പറത്തും, ഐ വിൽ ആൾസോ ഫ്ലൈ മൈ കൈറ്റ് എന്ന് പറഞ്ഞിരുന്നു, അല്ലേ? അതുപോലെ ഒരു പട്ടം അവൾക്ക് കിട്ടുമോ? നമുക്ക് നോക്കാം, അല്ലേ? നെക്സ്റ്റ് പേജിൽ എന്താണ്, അല്ലേ? ഒരു പിക്ചർ ഉണ്ടല്ലേ? എന്താണ് ഇവിടെ? കുട്ടികളൊക്കെ ഓടുന്നുണ്ടല്ലേ? വൈ ആർ ദി ചിൽഡ്രൻ റണ്ണിങ്, അല്ലേ? എന്തുകൊണ്ടാണ് ചിൽഡ്രൻ, കുട്ടികൾ എന്തിനാണ് റൺ ചെയ്യുന്നത്, ഓടുന്നത് എന്തിനാണ്? വൈ ആർ ദി ചിൽഡ്രൻ റണ്ണിങ്, അല്ലേ? കുട്ടികൾ എന്തിനാണ് ഓടുന്നത്, റൺ ചെയ്യുന്നത് എന്തിനാണ്? എല്ലാവരും ഓടുന്നുണ്ടല്ലേ? മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? റെയിൻ ഉണ്ടല്ലേ? ഇവിടെ ഇങ്ങനെ റെയിൻ പെയ്യുന്നുണ്ട്, അപ്പോൾ കുട്ടികളെല്ലാവരും ഓടുന്നുണ്ടല്ലേ? ദി കൈറ്റ്സ് ഫ്ലൂ ഇൻ ദി ജെന്റിൽ വിൻഡ്, ദി കൈറ്റ്സ് എന്താണ്? പട്ടങ്ങൾ, ഫ്ലൂ പറന്നു, ഇൻ ദി ജെന്റിൽ വിൻഡ്, എന്തിൽ? കാറ്റിൽ, ഇളം കാറ്റിൽ. ജെന്റിൽ എന്ന് പറഞ്ഞാൽ ഇളം, ചെറിയ. ജെന്റിൽ വിൻഡ്, വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ്, അല്ലേ? വിൻഡ്, വിൻഡ് ഇങ്ങനെ വന്നപ്പോൾ കാറ്റില്ലേ? വിൻഡ് അടിച്ചപ്പോൾ ജെന്റിലായിട്ടുള്ള, എന്താണ്? ഇളം, പതുക്കെ, അല്ലേ? സ്ലോ ആയിട്ടുള്ള കാറ്റ്, ഇളം കാറ്റില്ലേ? ജെന്റിൽ വിൻഡ്, ഇളം കാറ്റ്. ഇളം കാറ്റിൽ എന്താണ്? പട്ടങ്ങളൊക്കെ എന്താണ്? പറന്നു, അല്ലേ? ഫ്ലൂ ചെയ്തു. കൈറ്റ്സ് ഫ്ലൂ, പറന്നു. സ്ലോലി ദി വിൻഡ് ബിക്കം സ്ട്രോങ്ങർ, എന്താണ്? പതിയെ പതിയെ കാറ്റ് ശക്തി പ്രാപിച്ചു. സ്ലോലി, പതിയെ. ദി വിൻഡ്, വിൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കാറ്റല്ലേ? ദി വിൻഡ് ബിക്കെയിം സ്ട്രോങ്ങർ, എന്താണ്? വിൻഡ് എന്തായി? കാറ്റെന്തായി? സ്ട്രോങ് ആയി, ശക്തിയില്ലേ? സ്ട്രോങ്ങർ ആയി, ശക്തി എന്താണ്? കൂടി. സ്ട്രോങ്, കാറ്റിന് എന്താണ്? ശക്തി കൂടി. ആദ്യം എന്തായിരുന്നു? ജെന്റിൽ വിൻഡ് ആയിരുന്നില്ലേ? ഇളം കാറ്റായിരുന്നു, ജെന്റിൽ വിൻഡായിരുന്നു. പിന്നെ ആ വിൻഡ് എന്തായി? സ്ട്രോങ് ആയില്ലേ? കാറ്റിന് എന്താണ്? ശക്തി കൂടി, സ്പീഡിലാവാൻ തുടങ്ങി കാറ്റ്. വിൻഡ് എന്തായി? സ്ട്രോങ്ങർ ആയില്ലേ? മായ അതിനു ലുക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ, അല്ലേ? നോക്കൂ, ലുക്ക്, നോക്കൂ, എന്താണ് നോക്കേണ്ടത്? ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ, അതെന്താണ്? മഴ പെയ്യാൻ പോകുന്നു. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ, റെയിൻ, അല്ലേ? മഴ വരാൻ പോകുന്നു, മഴ പെയ്യാൻ പോകുന്നു. മായയോട് ദിനുവിനോട് പറയാണല്ലേ? മായ, ദിനു, ലുക്ക്, നോക്കൂ, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ, എന്താണ്? ഗോയിങ് ടു റെയിൻ, മഴ പെയ്യാൻ പോകുന്നു. ഇറ്റ് വിൽ സ്പോയിൽ അവർ കൈറ്റ്, എന്താണ്? അത് നമ്മുടെ പട്ടങ്ങളെ നശിപ്പിക്കും, അല്ലേ? ഇറ്റ് വിൽ സ്പോയിൽ, എന്താണ്? സ്പോയിൽ, നശിപ്പിക്കും, വില്ലേ? നശിപ്പിക്കും എന്ന് പറയാണ്. ഇറ്റ് വിൽ സ്പോയിൽ അവർ കൈറ്റ്സ്, അവർ നമ്മുടെ കൈറ്റ്സ്, അല്ലേ? നമ്മുടെ പട്ടങ്ങൾ എന്താണ്? സ്പോയിൽ ചെയ്യും, നശിപ്പിക്കും, അല്ലേ? മഴ പെയ്താൽ പട്ടങ്ങളൊക്കെ സ്പോയിലായി നശിച്ചു പോകില്ലേ? അതാണ് ഇറ്റ് വിൽ സ്പോയിൽ അവർ കൈറ്റ്സ്, നമ്മുടെ പട്ടങ്ങൾ എന്താണ്? അത് നശിപ്പിക്കും, അല്ലേ? സ്പോയിൽ ചെയ്യും, കേടുവരുത്തും, അല്ലേ? പട്ടങ്ങൾ കേടുവരില്ലേ മഴ കൊണ്ടാൽ? ലെറ്റ്സ് ഗോ ഹോം, റിയാസ് ഷൗട്ടഡ്, അല്ലേ? നമുക്ക് വീട്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ഹോം, വീട്ടിലേക്ക് പോകാം. റിയാസ് ഷൗട്ടഡ്, റിയാസ് എന്താണ്? ഷൗട്ട് ചെയ്തു, അല്ലേ? നിലവിളിച്ചു, ഉച്ചത്തിൽ പറഞ്ഞു, അല്ലേ? ചിൽഡ്രൻ സ്റ്റോപ്പ്ഡ് പ്ലേയിങ്, കുട്ടികൾ എന്താണ്? സ്റ്റോപ്പ്ഡ്, നിർത്തി. പ്ലേയിങ്, എന്ത്? കളിക്കുന്നത് നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. ദേ റാൻ, അവർ എന്താണ്? ഓടി. ദേ, അവർ, അല്ലേ? ദേ, അവർ റാൻ, ഓടി. ഹോം, എന്താ? വീട്ടിലേക്ക് ഓടി. വിത്ത് ദെയർ കൈറ്റ്സ്, എന്താണ്? കൈറ്റ്സ്, അല്ലേ? പട്ടങ്ങളും എടുത്തിട്ടാണ് ഓടിയത്. വിത്ത് ദെയർ കൈറ്റ്സ്, എന്താണ്? പട്ടങ്ങളും എടുത്തിട്ട് വീട്ടിലേക്ക് ഓടി. അവർ പട്ടവുമായി വീട്ടിലേക്ക് ഓടി. മീനു ഗോട്ട് അപ്പ് ആൻഡ് വാക്ക്ഡ് ഹോം, മീനു അവിടെ ഇരിക്കുകയല്ലായിരുന്നു. മീനു ഗോട്ട് അപ്പ്, അല്ലേ? എഴുന്നേറ്റു. ഗോട്ട് അപ്പ്, മുകളിലേക്ക്, അല്ലേ? എഴുന്നേറ്റു. ആൻഡ് വാക്ക്ഡ് ഹോം, എന്താണ്? വീട്ടിലേക്ക് നടന്നു. വാക്ക്ഡ്, നടന്നു. ഹോം, വീട്ടിലേക്ക് നടന്നു, അല്ലേ? മീനു എഴുന്നേറ്റ് വീട്ടിലേക്ക് നടന്നു. മീനു ഗോട്ട് അപ്പ് ആൻഡ് വാക്ക്ഡ് ഹോം. കീ ഷീ ഹിയർഡ് എ ക്രൈ, ഷീ ടേൺഡ് ബാക്ക്. കീ ഷീ ഹിയർഡ് എ ക്രൈ, അല്ലേ? എന്നാലും ഒരു ക്രൈ, ഒരു ക്രൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കരച്ചിലല്ലേ? നിലവിളി, അല്ലേ? ക്രൈ ചെയ്യുന്നത് കേട്ടു. ഹിയർഡ്, കേട്ടു.
അല്ലേ? ഷീ ഹിയേർഡ് എ ക്രൈ, അവളെന്താണ് ഒരു നിലവിളി കേട്ടു, ഒരു ക്രൈ, കീ കീ എന്ന് പറഞ്ഞ ഒരു സൗണ്ട് കേട്ടു, ആരോ ക്രൈ ചെയ്യുന്നത്. ഷീ ടേൺഡ് ബാക്ക്, അവളെന്താണ് തിരിഞ്ഞു നിന്നു, അല്ലേ? ടേൺഡ് ബാക്ക്, ബാക്കോട്ട് തിരിഞ്ഞു നോക്കി, ടേൺഡ് തിരിഞ്ഞു, അല്ലെ? ഇങ്ങനെ തിരിയൂലേ, ഇങ്ങനെ ടേൺ ചെയ്തു, ബാക്ക് ബാക്കോട്ട്, അല്ലേ? ഷീ ടേൺഡ് ബാക്ക്, ബാക്കോട്ട് തിരിഞ്ഞു, അല്ലേ? ആരാണ് കീ കീ എന്നുള്ളത് ക്രൈ ചെയ്യുന്നത്, കരയുന്നത് ആരാന്ന് നോക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു. താഴെയുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഹൂസ് ക്രൈ ഡിഡ് മീനു ഹിയർ, അല്ലേ? ആരുടെ കരച്ചിലാണ് മീനു കേട്ടത്, മീനു ഹിയർ ചെയ്തത്, കേട്ടത് ആരുടെ കരച്ചിലാണ്, ക്രൈ ആണ്, അല്ലേ? നമുക്ക് നോക്കാം ആരുടേതാണെന്ന്. വേർ ഡസ് മീനു ഫൈൻഡ് ദി ലിറ്റിൽ ബേർഡ്, അല്ലെ? താഴെയുള്ളൊരു പിക്ചർ ഉണ്ട്, അല്ലേ? ഈ പിക്ചറിൽ എന്താണ്, അല്ലേ? ഒരു ചെറിയൊരു കുട്ടി ചെറിയൊരു കിളിയെ കാണുന്നുണ്ട്, ബേർഡ് ഉണ്ട്, അല്ലേ? ലിറ്റിൽ ബേർഡ് ഉണ്ട്, അല്ലേ? വേർ ഡസ് മീനു ഫൈൻഡ് ദി ലിറ്റിൽ ബേർഡ്, വേർ ഡസ് എവിടെ നിന്നാണ് മീനു കണ്ടെത്തിയത്, ഫൈൻഡ് ചെയ്തത്, ഈ ലിറ്റിൽ ബേർഡിനെ എവിടെ നിന്നാണ് കിട്ടിയത്? എ ലിറ്റിൽ ബേർഡ്, ഒരു ചെറിയ പക്ഷി, അല്ലേ? ലിറ്റിൽ ചെറിയ ബേർഡ്. ഇറ്റ് ഈസ് ഷിവറിങ്, അതെന്താണ് വിറക്കുന്നു, അല്ലേ? ഷിവർ ചെയ്യുന്നു, അല്ലേ? മഴ ഉണ്ടാകുമ്പോൾ തണുത്തിട്ട് ഇങ്ങനെ വിറക്കൂലേ, ഷിവറിങ്, അല്ലേ? ഷിവർ ചെയ്യുക, അങ്ങനെ വിറക്കങ്ങനെ വിറക്കൂല, എങ്ങനെ എന്താണ് ഷിവർ ചെയ്യുക, വിറക്കുന്നു. ഇറ്റ് ഈസ് ഷിവറിങ്. ഓ ഇറ്റ്സ് വിങ്സ് ആർ വെറ്റ്, ഓ അതിൻ്റെ ചിറകുകൾ നനഞ്ഞിരിക്കുന്നു, അല്ലേ? ഇറ്റ്സ് വിങ്സ്, വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറക്, കിളിൻ്റെ ബേർഡിൻ്റെ ചിറകില്ലേ, വിങ്സ്. വിങ്സ് എന്താണ്? ആർ വെറ്റ്, വെറ്റാണല്ലേ, നനഞ്ഞിട്ടുണ്ട്, മഴ പെയ്യുന്നുണ്ട് അപ്പം നനഞ്ഞിട്ടുണ്ട്, ചിറകുകളൊക്കെ വെറ്റായിട്ടുണ്ട്, നനഞ്ഞിട്ട് വെറ്റായിട്ടുണ്ട്, അല്ലേ? നനഞ്ഞിരിക്കുന്നു, അല്ലേ? വിങ്സ് ഒക്കെ വെറ്റായിട്ടുണ്ട്. ഓ ഇറ്റ്സ് വിങ്സ് ആർ വെറ്റ്, അല്ലേ? ഓ അതിൻ്റെ ചിറകുകൾ എന്താണ്? നനഞ്ഞിട്ടുണ്ട്. ദി ലിറ്റിൽ ബേർഡ് ട്രൈഡ് ടു ഫ്ലാപ്പ് ഇറ്റ്സ് വിങ്സ്, ദി ലിറ്റിൽ ബേർഡ് എന്താണ്? ആ ലിറ്റിൽ ബേർഡ്, അല്ലേ? ചെറിയ പക്ഷി, ചെറിയ ബേർഡ്. ട്രൈ ചെയ്തു, ശ്രമിച്ചു. ടു ഫ്ലാപ്പ് ഇറ്റ്സ് വിങ്സ്, ടു ഫ്ലാപ്പ് എന്താണ്? ഫ്ലാപ്പ് ചെയ്യാൻ, ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് വിങ്സ്, വിങ്സ് പറഞ്ഞാൽ ചിറകുകൾ ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട്, പറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിക്കൂലേ, ഫ്ലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു, ശ്രമിച്ചു, അല്ലേ? ചെറിയ പക്ഷി ചിറകടിക്കാൻ ശ്രമിച്ചു. ഹൗ ക്യൂട്ട് ആൻഡ് സോഫ്റ്റ് ഇറ്റ് കാൺ ഫ്ലൈ, മീനു തോട്ട്, മീനു എന്താണ്? ചിന്തിച്ചു, അല്ലേ? തോട്ട് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. മീനു എന്താണ് ചിന്തിച്ചത്? ഹൗ ക്യൂട്ട്, അല്ലേ? എത്ര മനോഹരം, ആൻഡ് സോഫ്റ്റ്, അല്ലേ? മൃദുവായിട്ടുള്ളത്, സോഫ്റ്റ് ആയിട്ടുള്ളത്, അല്ലേ? വളരെ മൃദുവായിട്ടുള്ളതും ക്യൂട്ടായിട്ടുള്ളതും, അല്ലേ? നല്ല മനോഹരം, ക്യൂട്ട്. ഹൗ ക്യൂട്ട് ആൻഡ് സോഫ്റ്റ്, എത്ര മനോഹരവും മൃദുവായിട്ടുള്ളതും. ഇറ്റ് കാൺഡ് ഫ്ലൈ, ഇതിനെന്താണ്? പറക്കാനാവില്ല, അല്ലേ? കാൺ ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കുക, അല്ലേ? കാൺ ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കാൻ കഴിയുന്നില്ല, കാൺ ഫ്ലൈ പറക്കാൻ കഴിയുന്നില്ല. മീനു ചിന്തിച്ചു, അല്ലേ? എന്താണ്? ഹൗ ക്യൂട്ട് ആൻഡ് സോഫ്റ്റ്, അല്ലേ? ക്യൂട്ടും ആണ് സോഫ്റ്റും ആണ്, അല്ലേ? നല്ല സുന്ദരമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമാണ്. പക്ഷെ എന്താണ്? ഇറ്റ് കാൺ ഫ്ലൈ, അതിനെന്താണ്? പറക്കാൻ കഴിയുന്നില്ല എന്ന്. കെയർഫുള്ളി ഷീ ടുക്ക് ദി ബേർഡ് ഇൻ ഹെർ ഹാൻഡ്സ്, കെയർഫുള്ളി എന്താണ്? ശ്രദ്ധയോടെ, കെയർഫുൾ ആയിട്ട്, വളരെ ശ്രദ്ധയോടെ. ഷീ ടുക്ക് ദി ബേർഡ്, അവളെന്താണ്? കിളിയെ കൈകളിൽ എടുത്തു. ഷീ ടുക്ക് എടുത്തു, ദി ബേർഡ്, അല്ലേ? ബേർഡിനെ എടുത്തു. ഇൻ ഹെർ ഹാൻഡ്സ് അവളുടെ കൈകളിലെ, ഹാൻഡിൽ എന്താണ്? ഇൻ ഹെർ ഹാൻഡ്സ്, അവളുടെ കൈകളിൽ എന്താണ്? ഷീ ടുക്ക് ദി ബേർഡ്, അവളെന്താണ്? ആ ബേർഡിനെ എടുക്കുകയാണ്, അല്ലേ? എന്താണ്? കിളിനെ എടുക്കുകയാണ്. ശ്രദ്ധയോടെ അവൾ കിളിയെ കൈകളിൽ എടുത്തു, അല്ലേ? കെയർഫുൾ ആയിട്ടാണ് എടുക്കുന്നത്, കെയർഫുള്ളി, ശ്രദ്ധയോടെ. ഷീ ടുക്ക് ദി ബേർഡിനെ എടുത്തു. ഇൻ ഹെർ ഹാൻഡ്സ്, കൈകളിൽ. മീനു ഹെൽഡ് ഇറ്റ് ക്ലോസ് ടു ഹെർ ഹേർട്ട്, അല്ലേ? മീനു പിടിച്ചു. ഇറ്റ് അതിനെ, ക്ലോസ് ടു ഹെർ ഹേർട്ട് എന്താണ്? ക്ലോസ് ആയിട്ട് അടുപ്പിച്ചിട്ട്, ടു ഹെർ ഹേർട്ട് ഹൃദയത്തോട് അടുപ്പിച്ചിട്ട് പിടിച്ചു. മീനു അത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. മീനു ഹെൽഡ് ചെയ്തു. എന്തിനെ? കിളിയല്ലേ? ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ. ഇവിടെ എന്താണ്? കിളിയാണല്ലേ ചേർത്ത് പിടിക്കുന്നത്. മീനു ഹെൽഡ് ചെയ്തു, പിടിച്ചു. ഇറ്റ് ക്ലോസ് ടു ഹെർ ഹേർട്ട്, ക്ലോസിലെ അടുപ്പിച്ചിട്ട്, ക്ലോസ് ആയിട്ട്. ടു ഹെർ ഹേർട്ടിനോട് അടുപ്പിച്ച്, ഹൃദയത്തോട് അടുപ്പിച്ചിട്ട് അവൾ പിടിച്ചു. ദി ലിറ്റിൽ ബേർഡ് ഓപ്പൺഡ് ഇറ്റ്സ് ലിറ്റിൽ റെഡ് ബീക്ക്, ദി ലിറ്റിൽ ബേർഡ് ആ ചെറിയ പക്ഷിയല്ലേ, അതിൻ്റെ ചെറിയ ചുവന്ന കൊക്ക് തുറന്നു. ദി ലിറ്റിൽ ബേർഡ് ഓപ്പൺഡ്, ലിറ്റിൽ ബേർഡ് അല്ലേ ചെറിയ പക്ഷി, ലിറ്റിൽ ബേർഡ് ഓപ്പൺഡ് തുറന്നു, ഓപ്പൺ ചെയ്തു. ഇറ്റ്സ് ലിറ്റിൽ റെഡ് ബീക്ക്, അതിൻ്റെ ലിറ്റിലായിട്ട് ചെറിയ റെഡ് കളറുള്ള ബീക്ക് അല്ലേ, ചുണ്ട് അല്ലേ. ബീക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊക്ക് ഉണ്ടാവില്ല, അതിൻ്റെ ചുണ്ട് പോലെയുള്ള ഇങ്ങനെ കൊക്ക്, ആ കൊക്ക് എന്താണ് ആ ബീക്ക്, ആ റെഡ് കളറിലുള്ള ബീക്ക് എന്താണ് തുറന്നു, ഓപ്പൺ ചെയ്തു. ദി ലിറ്റിൽ ബേർഡ് ഓപ്പൺഡ്, ലിറ്റിൽ ബേർഡ് എന്താണ് ഓപ്പൺ ചെയ്തത്, ഇറ്റ്സ് ലിറ്റിൽ റെഡ് ബീക്ക്, അതിൻ്റെ ചെറിയ റെഡ് ബീക്ക് ചുവന്ന കൊക്ക്, ഒരു ചെറിയ പക്ഷി അതിൻ്റെ ചെറിയ ചുവന്ന കൊക്ക് തുറന്നു അല്ലേ. അതിൻ്റെ കൊക്ക് ചെറിയ ചുണ്ടുകൾ ഉണ്ടാവില്ല, ആ ചെറിയ കൊക്ക് എന്താണ്, ബീക്ക് എന്താണ് തുറന്നു, ഓപ്പൺ ചെയ്തു, ഓപ്പൺഡ്. വാട്ട് ഹാപ്പൻ ഡിയർ അല്ലേ, എന്തു പറ്റി, വാട്ട് ഹാപ്പൻഡ് ഡിയർ
അല്ലേ, പ്രിയപ്പെട്ടവളെ എന്താ ഡിയർ അല്ലേ, എന്ത് പറ്റിയെന്ന് സ്നേഹത്തോടെ ചോദിക്കാൻ വാട്ട് ഹാപ്പൻഡ്. വേർ ഈസ് യുവർ മദർ, നിൻ്റെ അമ്മ എവിടെ അല്ലേ, വേർ ഈസ് യുവർ മദർ, നിൻ്റെ അമ്മ എവിടെ. ആർ യു അലോൺ, നീ എന്താണ് ഒറ്റക്കാണോ. ആർ യു അലോൺ, അലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റക്കല്ലേ, അലോൺ നീ എന്താണ് ഒറ്റക്കാണോ. ആർ യു അലോൺ, നീ എന്താണ് ഒറ്റക്കാണോ എന്ന് ചോദിക്കുകയാണ്. കീ ക്രൈഡ് ദി ലിറ്റിൽ ബേർഡ് അല്ലേ, കീ എന്ന് പറഞ്ഞിട്ട് ക്രൈ ചെയ്തു, കരഞ്ഞു. ദി ലിറ്റിൽ ബേർഡ് ചെറിയ പക്ഷി എന്താണ്, കീ എന്ന് പറഞ്ഞിട്ട് ക്രൈ ചെയ്തു, കരഞ്ഞു. ഡോണ്ട് ബി അഫ്രൈഡ് മൈ ഡിയർ, മീനു വിസ്പേർഡ്. ഡോണ്ട് ബി അഫ്രൈഡ് എന്താണ്, പേടിക്കണ്ട അല്ലേ, ഭയപ്പെടണ്ട. ഡോണ്ട് ബി അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ പേടി. ഡോണ്ട് ബി അഫ്രൈഡ്, പേടിക്കരുത്. മൈ ഡിയർ അല്ലേ, എന്താണ് പേടിക്കണ്ട എന്ന് സ്നേഹത്തോടെ പറയാണ്. മീനു വിസ്പേർഡ്, മീനു എന്താണ് വിസ്പർ ചെയ്തു, മന്ത്രിച്ചു അല്ലേ, ചെറുതായിട്ട് പിറുപിറുത്തു അല്ലേ, വിസ്പർ ചെയ്യുക, മന്ത്രിക്കുക, മെല്ലെ പറയാണ്. മീനു വിസ്പർ ചെയ്ത് എന്താണ് പറഞ്ഞത്, ഡോണ്ട് ബി അഫ്രൈഡ് മൈ ഡിയർ അല്ലേ, എന്താണ് പേടിക്കണ്ട പ്രിയപ്പെട്ടവളെ എന്ന് പറയാണ്. പേടിക്കണ്ട കിളിയെ അല്ലേ, സ്നേഹത്തോടെ മൈ ഡിയർ എന്ന് പറയില്ലേ, അതേപോലെ പറയാണ്. ഡോണ്ട് ബി അഫ്രൈഡ്, പേടിക്കണ്ട ഭയപ്പെടേണ്ട എന്ന് പറയാണ്. എന്താണ് ബോക്സിൽ ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ, എന്താണ്, ഹൗ ഡിഡ് ദി ലിറ്റിൽ ബേർഡ് കം ദർ. ഹൗ ഡിഡ് ദി ലിറ്റിൽ ബേർഡ്, എങ്ങനെയാണ് ആ ലിറ്റിൽ ബേർഡ് കം ദർ, അവിടെ വന്നത് എങ്ങനെയാണ്. വാട്ട് വിൽ മീനു ഡു വിത്ത് ദി ലിറ്റിൽ ബേർഡ്, എന്താണ് ആ ലിറ്റിൽ ബേർഡ്, ആ ചെറിയ പക്ഷിനെ വെച്ച് മീനു എന്താണ് ചെയ്യുക, ഡു ചെയ്യുക അല്ലെ, എന്താണ് ചെയ്യാൻ നമുക്ക് നോക്കാമല്ലേ. അല്ലേ, നെക്സ്റ്റ് പേജിൽ എന്താണ് ക്വസ്റ്റ്യൻ എന്താണുള്ളത്, വാട്ട് ഈസ് മദർ ആസ്കിങ് മീനു. എന്താണ് വാട്ട് ഈസ് മദർ ആസ്കിങ്, മദർ എന്താണ് ചോദിക്കുന്നത്, മീനുവിനോട് എന്താണ് ചോദിക്കുന്നത് എന്നാണ് ചോദിച്ചത് അല്ലേ. എന്താണ്, ലുക്ക് മദർ എ ലിറ്റിൽ ബേർഡ് മീനു സെഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു അല്ലേ, മീനു പറഞ്ഞു. എന്താണ് മീനു പറഞ്ഞത്, ലുക്ക് മദർ അല്ലേ, നോക്കൂ അമ്മേ, ലുക്ക് നോക്കൂ. എ ലിറ്റിൽ ബേർഡ് എന്താണ്, ഒരു ചെറിയ പക്ഷിയല്ലേ, ലിറ്റിൽ ബേർഡ് അല്ലേ, നോക്കൂ അമ്മയെന്ന് പറഞ്ഞ് മീനു കാണിച്ചു കൊടുക്കുകയാണല്ലേ, ബേർഡിനെ കാണിച്ചു കൊടുക്കുകയാണ്. എ ബേർഡ് അല്ലേ, ഒരു പക്ഷിയില്ലേ, ബേർഡോ. വൈ ഡിഡ് യു ബ്രിങ് ഇറ്റ് ഹോം അല്ലേ, എന്തിനാണ് വീട്ടിലേക്ക് എത്തിച്ചതെന്ന്. വൈ ഡിഡ് യു ബ്രിങ് ഇറ്റ് ഹോം, ബ്രിങ് എടുത്തത്, ഇറ്റ് ഹോം വീട്ടിലേക്ക് എന്തിനാണ് അതിനെ കൊണ്ടുവന്നത്, വീട്ടിലെത്തിച്ചത് എന്തിനാണെന്ന് ചോദിക്കുകയാണല്ലേ. വൈ ഡിഡ് യു ബ്രിങ്, എന്തിനാണ് അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ആസ്ക്ഡ് ഹെർ മദർ, എന്താണ് അവളുടെ അമ്മ ചോദിച്ചു, ആസ്ക് ചെയ്തു അല്ലേ, ആസ്ക്ഡ് ചോദിച്ചു, ഹെർ മദർ അവളുടെ അമ്മ ചോദിച്ചത് എന്താണ്, എ ബേർഡ് അല്ലേ, ഒരു ബേർഡ് അല്ലേ, ഒരു പക്ഷി. വൈ ഡിഡ് യു ബ്രിങ് ഇറ്റ് ഹോം, ഇതെന്തിനാണ് ഇതിനെ ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നത്, ബ്രിങ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. മദർ ഇറ്റ് ഈസ് ടു സ്മോൾ, അമ്മയല്ലേ ഇതെന്താണ് വളരെ ചെറുതാണ്. ഇറ്റ് ഈസ് ടു സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുത്, ടു സ്മോൾ പറഞ്ഞാൽ വളരെ, ടു സ്മോൾ അല്ലേ, വളരെ ചെറുതാണ്. ഇറ്റ് ഈസ് ടു സ്മോൾ, ഇതെന്താണ് വളരെ ചെറുതാണ് അമ്മയെ പറയാണ്. വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം, മദർ ആസ്ക്ഡ് എന്നാൽ ചോദിച്ചു, അമ്മ എന്താണ് ചോദിച്ചത് അല്ലേ, ക്വസ്റ്റ്യൻ മാർക്കിൽ എന്താണ് ചോദിച്ചത്, വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം അല്ലേ, ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അല്ലേ, എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാൻ. വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം എവിടെ നിന്ന് അല്ലേ, വേർ ഡിഡ് യു ഗെറ്റ് എന്നാണ് കിട്ടിയത്, എവിടെ നിന്നാണ്, എവിടെ നിന്നാണ് കിട്ടിയത്, വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുകയാണ്. ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദി പ്ലേ ഗ്രൗണ്ട് അല്ലേ, എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, ഐ ഗോട്ട് ഇറ്റ് എനിക്ക് കിട്ടിയത് ഫ്രം ദി പ്ലേ ഗ്രൗണ്ട്, എവിടെ നിന്നാണ്, പ്ലേ ഗ്രൗണ്ടിൽ നിന്നാണ്, കളിസ്ഥലത്ത് നിന്നല്ലേ, കളിക്കുന്ന സ്ഥലത്ത് നിന്നാണ് കിട്ടിയതെന്ന് പറയാണ്. സി ഇറ്റ് കാൺ ഫ്ലൈ, എന്താണ് നോക്കൂ, നോക്കൂ, ഇറ്റ് കാൺ ഫ്ലൈ, അതിനെന്താണ് പറക്കാൻ കഴിയില്ല. ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കുക, കാൺ ഫ്ലൈ പറക്കാൻ കഴിയില്ല അല്ലേ, അതിനെന്താണ് പറക്കാൻ കഴിയില്ല, നോക്കൂ ഇതിനെന്താണ് പറക്കാൻ കഴിയില്ല എന്ന് പറയാണ്. മദർ ലെറ്റ് മീ കീപ്പ് ഇറ്റ് ഹിയർ പ്ലീസ്, മീനു ബെഗ്ഡ്. ലെറ്റ് മീ കീപ്പ് ഇറ്റ് ഹിയർ, ഞാൻ ഇതിവിടെ സൂക്ഷിക്കട്ടെ, കീപ്പ് അല്ലേ ഇവിടെ വെക്കട്ടെ, സൂക്ഷിക്കട്ടെ, കീപ്പ് ചെയ്യട്ടെ, കീപ്പ് ഹിറ്റ് ഹിയർ ഇവിടെ അല്ലേ. ലെറ്റ് മീ, ഞാൻ എന്താണ് എന്താണ് പെർമിഷൻ ചോദിക്കുകയാണ്. ലെറ്റ് മീ കീപ്പ് ഇറ്റ് ഹിയർ, ഞാൻ ഇതിവിടെ വെക്കട്ടെ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് മീനു ബെഗ്ഡ്, മീനു എന്താണ് ബെഗ് ചെയ്യാണ്, യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ബെഗ് ചെയ്യൂല നമ്മൾ, മീനു ബെഗ് ചെയ്തിട്ട് എന്താണ് മദർ ലെറ്റ് മീ കീപ്പ് ഇറ്റ് ഹിയർ പ്ലീസ് അല്ലേ, പ്ലീസ് അമ്മേ ഞാൻ ഇതിവിടെ വെക്കട്ടെ, ഇതിനിവിടെ വെക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ബെഗ് ചെയ്തിട്ട് യാചിച്ചുകൊണ്ട് അപേക്ഷിക്കുകയാണ് അല്ലേ, മീനു ചോദിക്കുകയാണ്. ഇനി എന്താണ് ഈ ബോക്സിൽ എന്താണ് ക്വസ്റ്റ്യൻ എന്താണുള്ളത്, വൈ ഡിഡ് മീനു ബ്രിങ് ദി ലിറ്റിൽ ബേർഡ് ഹോം അല്ലേ, വൈ ഡിഡ് മീനു ബ്രിങ് ദി ലിറ്റിൽ ബേർഡ് ഹോം അല്ലേ, വീട്ടിലേക്ക് എന്തിനാണ് ആ ലിറ്റിൽ ബേർഡിനെ, ചെറിയ പക്ഷിയെ ലിറ്റിൽ ബേർഡിനെ എന്തിനാണ് കൊണ്ടുവന്നത്, ബ്രിങ് ചെയ്തത്, മീനു എന്തിനാണ് കൊണ്ടുവന്നത്. വിൽ ഹെർ മദർ അലോ ഹെർ ടു കീപ്പ് ദി ബേർഡ് അറ്റ് ഹോം അല്ലേ, വിൽ ഹെർ മദർ അവളുടെ അമ്മ എന്താണ് അലോ ചെയ്യോ, അനുവദിക്കുമോ, അവളെ വീട്ടിൽ അതിനെ ബേർഡിനെ വെക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുമോ, വീട്ടിൽ വെക്കാൻ സമ്മതിക്കുമോ, നിങ്ങളുടെ അമ്മയൊക്കെ ആണെങ്കിൽ സമ്മതിക്കുമോ, മീനുവിൻ്റെ അമ്മ ഈ ബേർഡിനെ ഇവിടെ വെക്കാൻ സമ്മതിക്കുമോ, അല്ല അതിനെ പറഞ്ഞയക്കോ എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.